സോ ഇപ്പോൾ ദിയ കൃഷ്ണ, അതേപോലെ കൃഷ്ണകുമാർ അറസ്റ്റ്, അതേപോലെ തന്നെ അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ. അതായത് ഈ ദിയ കൃഷ്ണൻ്റെ കമ്പനിയിൽ നിന്ന് 69 ലക്ഷം രൂപ അവിടെ വർക്ക് ചെയ്ത് വരുന്നമാർ അടിച്ചു മാറ്റിയെന്നോ അങ്ങനെ എന്തൊക്കെയോ ആണ് കംപ്ലൈൻറ്റ്. സോ അതിനെതിരെ ചോദ്യം ചെയ്തതിന് ഈ പ്രതികളായി എന്ന് പറഞ്ഞാൽ ആരോപിച്ചവർ കേസ് കൊടുത്തതോ അങ്ങനെ എന്തൊക്കെയോ ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് വരുന്നത്. സോ ഇതിൽ ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടു. സോ ഈ കുറ്റം ആരോപിക്കപ്പെട്ടവർ, അതായത് എന്താണ് ഈ പൈസ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞവർ ഒരു ന്യൂസിനൊരു ബൈറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളതൊന്ന് കണ്ടിട്ട് വാട്ടോ, അത് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. സോ അത് ഏകദേശം ഒരു 3 മിനിറ്റ് ഉണ്ട്, അത് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം കേട്ടോ. നടൻ കൃഷ്ണകുമാറിനും കൃഷ്ണകുമാറിന്റെ മകൾക്കും കുടുംബത്തിനുമൊക്കെ എതിരെ ഇപ്പോൾ ഒരു കേസ് വന്നിരുന്നു. നിങ്ങൾ കസ്റ്റമേഴ്സിന്റെ പേയ്മെന്റ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി. കാരണം എൻ്റെ അക്കൗണ്ടിൽ മേടിച്ചാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിന്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. ആദ്യം നമ്മുടെ അങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി, എന്നിട്ട് വീക്കിലിയോ മന്ത്ലിയോ ഞാൻ എപ്പോഴാണോ വരുന്ന ആ സമയത്ത് നിങ്ങൾ എനിക്ക് ക്യാഷ് ആയിട്ട് കയ്യിൽ തന്നാൽ മതി എന്നാണ് ദിയ മാം നമ്മളെ അറിയിച്ചിരുന്നത്. പിന്നീട് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ദിയ ചേച്ചി ഇങ്ങനെ ഞങ്ങളുടെ പറയുന്നത്, നമുക്ക് ടാക്സിന്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ഷോപ്പിലുള്ള എല്ലാ കാര്യങ്ങളും വെച്ചാൽ ക്യാഷിൻ്റേതായിട്ടുള്ള അവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതായാലും അവിടുത്തെ പാക്കിംഗ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന ആയാലും ഇവരുടെ സാലറി കൊടുക്കുന്നതായാലും എല്ലാം ഞാനാണ് ചെയ്യുന്നത്. കാരണം അതെല്ലാം നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ക്യാഷിൻ്റെ കാര്യം. ദിയ ചേച്ചി പലപ്പോഴും ഷോപ്പിൽ വരാറില്ല, പലപ്പോഴും അല്ല ദിയ ചേച്ചി വരാറില്ല. ദിയ ചേച്ചി എപ്പോഴും ട്രിപ്പിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്, ദിയ ചേച്ചി വരാറേ ഇല്ല. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മളെ പാർട്ട് ടൈം എന്ന് പറഞ്ഞ് വിളിച്ച ജോലി ഓവർ ടൈം ആകുന്നതിനെതിരെ ഞങ്ങൾ ജോലി ചെയ്ത് മാറാൻ വേണ്ടി കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് ആദ്യമൊക്കെ പറഞ്ഞപ്പോൾ ദിയ ചേച്ചി അത് കുഴപ്പമില്ല, എൻ്റെ ഡെലിവറി കഴിയുന്നവരെങ്കിലും നിങ്ങൾ നിൽക്കണം, അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ സ്റ്റാഫിനെ നോക്കിക്കോളാം, അതുവരെ നിങ്ങൾ എനിക്ക് സമയം തരണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ വീണ്ടും അവിടെ പിടിച്ചു നിന്നത്. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം, ജാതീയമായിട്ട് അധിക്ഷേപിക്കുന്നത്, മറ്റു ആൾക്കാരുടെ അടുത്ത് നമ്മളെപ്പറ്റി കുറ്റം പറയുന്നത്, കമ്പാരിസൺ ചെയ്യുന്നത്. ഇപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഇങ്ങനെ, എൻ്റെ സ്റ്റാഫ് പറഞ്ഞു അങ്ങനെ, എൻ്റെ അമ്മ പറഞ്ഞു ഇങ്ങനെ, നിങ്ങൾ അങ്ങനെയാണെന്ന്, നിങ്ങൾക്ക് ഇങ്ങനെയാണെന്ന്, ഇങ്ങനത്തെ ഓരോ കാരണങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഓഫീസിൽ വെച്ച് ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങൾ ജോലിക്ക് വരുന്നില്ല. അപ്പോൾ ദിയ ഞങ്ങളുടെ ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ പേയ്മെൻ്റ് ഒക്കെ മേടിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ട് കസ്റ്റമറിൻ്റെ നിന്ന് കളക്ട് ചെയ്യും, എന്നിട്ട് ഞാൻ നിങ്ങൾക്കെതിരെ തെഫ്റ്റ് കേസ് ഫയൽ ചെയ്യുമെന്ന് എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. ദിയ ചേച്ചി ആദ്യം അത് പറഞ്ഞാണ് തുടങ്ങുന്നത്. എന്നിട്ട് പുള്ളിക്കാരി ആ ദിവസം, അതായത് 29-ാം തീയതി രാത്രി, ഞങ്ങളാരെ ഉറങ്ങാൻ പോലും വിട്ടിട്ടില്ല, രാത്രി തുടങ്ങിയ ഫോൺ കോൾ വെളുപ്പിലെ 4:30 വരെ ഞങ്ങളെ 3 പേരെയും ചീത്ത വിളിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഓഫീസിൽ വെച്ച് ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നതാണ് നിങ്ങളിത് സമ്മതിച്ചേ പറ്റും, ഞങ്ങൾ അവർ ഭീഷണിപ്പെടുത്തിയാണ് ഈ കാര്യം ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത്. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 5 ലക്ഷം രൂപയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓഫർ ചെയ്യുന്നത്, നിങ്ങൾ കാരണം എൻ്റെ 200 ഓർഡേഴ്സാണ് പാക്ക് ചെയ്യാതെ പോയിരിക്കുന്നത്, നിങ്ങൾക്കെതിരെ ഒരു പരാതി കൊടുക്കണ്ടെങ്കിൽ എനിക്ക് ഒരു അച്ഛനേ ഉള്ളൂ, നിങ്ങൾ 5 ലക്ഷം രൂപ എൻ്റെ ഫ്ലാറ്റിൽ കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ സ്റ്റോറിയോ സ്റ്റാറ്റസോ ഒന്നും ഞങ്ങൾ ഒരിടത്തും ഇടത്തില്ലാന്ന്. ആ ദിവസം തന്നെ പുള്ളിക്കാർ ഇങ്ങനെ ഓരോ സ്റ്റാറ്റസായിട്ട് ഇടുന്നുണ്ടായിരുന്നു. ഞങ്ങളെ ഫോൺ വഴി 3 പേരെ 3 നമ്പറിൽ നിന്ന് വിളിച്ച് ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ദിവ്യയുടെ അടുത്ത് വിളിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിനെതിരെ കള്ളക്കേസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് നമ്മുടെ കയ്യിലുണ്ട്, ദിയ സംസാരിക്കുന്നതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് നമ്മുടെ കയ്യിലുണ്ട്. പിറ്റേന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു നിങ്ങളെ 3 പേരെ എനിക്ക് കാണണം, നിങ്ങൾ പൈസയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ തിരികെ വിടാം, നിങ്ങൾ ഇനി വേറെ ഒരു സംസാരവും ഇല്ല, എനിക്ക് വന്ന നഷ്ടത്തിന് നിങ്ങൾ അതെങ്കിലും എനിക്ക് ചെയ്തേ പറ്റൂ. കാരണം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും നമ്മൾ എന്തിനാണ് അപ്പോൾ പൈസ കൊണ്ടുപോയെന്ന്. കാരണം ഇവർക്ക് ഇത്രയും പേയ്മെൻറ്റ് വരുമ്പോൾ നമ്മളിപ്പോൾ മന്ത്ലി അവർക്കൊരു 30,000 രൂപ 40,000 രൂപ കൊടുക്കുമ്പം ദിയ നമുക്കൊരു ഇൻക്രിമെൻറ്റ് പോലെ നമുക്കൊരു 5,000 6,000 രൂപയൊക്കെ ഞങ്ങൾക്ക് സാലറി കൂടാതെ ഞങ്ങൾക്ക് ദിയ തരുമായിരുന്നു. അപ്പോൾ ദിയ അങ്ങനെ തരുന്നതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം അതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നത്. പിന്നെ ഷോപ്പിലുള്ള എല്ലാ ഇൻ്റർനാഷണൽ ഓർഡേഴ്സ് ഞങ്ങളുടെ അഡ്രസ്സ് ഉപയോഗിച്ച് അയക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം കുറച്ച് പ്രശ്നമാണെന്ന് തോന്നി തുടങ്ങിയത്. കാരണം എല്ലാത്തിനും നമ്മുടെ അഡ്രസ്സാണ് ഉപയോഗിക്കുന്നത്, ദിയയുടെ പേഴ്സണൽ കോൺടാക്റ്റോ ദിയയുടെ ഒരു കാര്യങ്ങളോ ദിയ ഒരിടത്തും ഉപയോഗിക്കത്തില്ല. എന്നിട്ടാണ് ദിയ നമ്മളെ ഫ്ലാറ്റിൽ വിളിച്ച് വരുത്തിയിട്ട് പറയുന്നത് നിങ്ങൾ 5 പേരും, എൻ്റെ ഹസ്ബൻഡ്, പുള്ളിക്കാരുടെ ഹസ്ബൻഡ്, ദിവ്യ, പുറത്തിതാരെ അറിയിക്കരുത്, ഈ കോൾ റെക്കോർഡ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, നിങ്ങൾ വരണം, നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ 5 ലക്ഷം രൂപയും വെച്ച് നിങ്ങളെ ഒന്ന് എനിക്ക് കണ്ടാൽ മതി, വേറെ ഒരു ആവശ്യവുമില്ല, ഞാൻ കണ്ടിട്ട് നിങ്ങളെ വിടുന്നതായിരിക്കും, ആ പൈസയും മേടിച്ചെന്ന് പറഞ്ഞ് ദിയ ആർക്കോൺ പ്രീമിയർ എന്ന് പറഞ്ഞ ദിയയുടെ ഫ്ലാറ്റിലോട്ട് ഞങ്ങളെ വിളിച്ച് വരുത്തുകയും രാവിലെ 10 മണിക്ക് എത്താനാണ് ദിയ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ എത്തിയതിന് ശേഷം ഞങ്ങളുടെ നിന്ന് പൈസ വാങ്ങിയതിന് ശേഷം ദിയയുടെ വീട്ടുകാർ ഓരോരുത്തരായിട്ട് വിളിക്കുകയും അവരെല്ലാവരും ഓരോ കാറിലായിട്ട് വന്ന് ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ അവർ 5 പേരും 5 സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുവാണ്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു ന്യൂസിലെ ബൈറ്റ് കണ്ടല്ലോ, എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഒരു വക്കീലിനെ പോയി കണ്ടിട്ടുണ്ട്, വക്കീൽ എന്തൊക്കെ പറഞ്ഞു കൊടുത്തോ അത് അച്ചട്ടായിട്ട് പറയുന്നുമുണ്ട്. കറക്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? വക്കീൽ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അതൊക്കെ അതേപോലെ പറയുന്നുണ്ട് ഇവിടെ കേട്ടോ. സോ
ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ഇൻസ്റ്റഗ്രാമിൽ നല്ല ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ദിയ കൃഷ്ണ എന്ന് പറയുന്നത്. സോ അവരുടെ ഒരു കമ്പനിയാണ് ഈ ഒരു എന്താണ് ഈ ബ്യൂട്ടി പ്രോഡക്ട്സോ അങ്ങനെ എന്തൊക്കെയോ ആണ്, മറ്റേ ഈ ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ ഫാഷൻ ജ്വല്ലറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയാണത്. സോ ഓഫ്ലൈൻ സ്റ്റോറാണെന്ന് തോന്നുന്നു. അതിൽ ജോലി ചെയ്യുന്നവരാണ് ഈ 3 പേര്. സോ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിയ കൃഷ്ണ പറഞ്ഞു എന്ത് നിങ്ങളുടെ QR വെച്ചോ എന്നുള്ളത്. സോ അങ്ങനെ ആരെങ്കിലും പറയൂ? സ്വന്തം കടയിലുള്ള QR കടക്കാരുടെ, അതായത് ജോലിക്കാരെ എടുത്ത് ഇതാക്കാൻ ആരെങ്കിലും പറയൂ? എൻ്റെ ഫസ്റ്റ് പിന്നെയുള്ള ഡൗട്ട് എന്ന് പറയുന്നത്, 69 ലക്ഷം രൂപ ഒരു വർഷം കൊണ്ട് ഇവർ അടിച്ചു മാറ്റി എന്നാണ് പറയുന്നത്. സോ അപ്പോൾ ഈ ഒരു ഷോപ്പിൽ എത്രത്തോളം വരുമാനം ഉണ്ടാവും? എബോവ് 1 crore ഒരു വർഷത്തിനുള്ളിൽ. അത്രയും സെയിൽസ് ഉണ്ടല്ലോ ഈ ഒരു കടയ്ക്ക്. സോ അതാണ് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നത്. 69 ലക്ഷം ഒരു ചെറിയ എമൗണ്ട് അല്ല 69 ലക്ഷം എന്ന് പറയുന്നത്. സോ 69 ലക്ഷം അടിച്ചു മാറ്റിയിട്ട് ഇവരിത് അറിഞ്ഞിട്ടില്ല എന്ന്, ഇത്രയും കാലം അറിഞ്ഞിട്ടില്ല എന്ന് പറയണത്. സോ ഇതെന്തോ ഡിസംബറിൽ എന്തോ പിടിച്ചു എന്ന് അങ്ങനെ എന്തൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. സോ 69 ലക്ഷം എന്ന് പറയുന്ന ഒരു ചെറിയ എമൗണ്ട് അല്ല. സോ അത് ഇവരുടെ QR ഇതാക്കിയിട്ട് ഇവരുടെ QRൽ വാങ്ങി, അങ്ങനത്തെ കുറേ സ്റ്റോറിയും പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇവരുടെ വഴിയെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഡിസംബറിൽ ജനുവരിയിൽ എന്തോ ആയിരുന്നു ഇവരുടെ ആദ്യത്തെ പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വലിയ ഇഷ്യൂ ആയിട്ട് വന്നില്ല. ഇപ്പോഴാണ് ഇവർ കേസ് കൊടുത്ത് അത് കൗണ്ടർ കേസായി, അങ്ങനത്തെ പ്രശ്നങ്ങളായി. പിന്നെ ഇവർ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ കാര്യങ്ങൾ ഇട്ടു. ഇവർ തിരിച്ച് ന്യൂസിൽ പോയിട്ട് ബൈറ്റ് കൊടുക്കാൻ തുടങ്ങി. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വക്കീൽ പഠിപ്പിച്ചു കൊടുത്തത് അതേപോലെ അച്ചട്ടായിട്ട് ഇവർ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇവർ എന്താണ് അഹാനകൃഷ്ണ ഇവരെ ഇരുത്തി ചോദിക്കുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ ഇവർ കുറ്റം സമ്മതിച്ചു എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കുറേ സംഭവങ്ങൾ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. സോ അതിലൊന്നും നമ്മൾ പോകുന്നില്ല. അതൊക്കെ നമുക്ക് വേറെ രീതിയിൽ നമുക്ക് വേറെ ഡിസ്കഷൻസ് ആയിട്ട് സംസാരിക്കേണ്ട കാര്യമാണ്. സോ എനിക്കിപ്പോൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഒരു സ്റ്റോറിൽ 69 ലക്ഷം രൂപ പോയി എന്നിട്ട് ഇത്രയും കാലമായിട്ട് അവർ അറിഞ്ഞിട്ടില്ല. അതെങ്ങനെ? സോ ഇപ്പോൾ ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് വരുന്നുണ്ട്. 69 ലക്ഷം രൂപ എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ട് അല്ല. അത് പോയിട്ട് ഇവർ ഇത്രയും കാലമായിട്ട് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്നെയാണിത് തൂക്കിയത് കേട്ടോ, അത് വേറെ കാര്യം. ശരി, 69 ലക്ഷം രൂപ ഇവർ എടുത്തു. ഇവർ കുറ്റം സമ്മതിക്കല്ല, അവർക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് വിറ്റ്. ഇവർ പോയി വക്കീലിനെ കണ്ടിട്ടുണ്ടാവും. വക്കീൽ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അതേപോലെ വന്ന് പറയുന്നുമുണ്ട്. എന്താല്ലേ? സോ മേ ബി ഇത് കേസായിട്ടുണ്ട്. ഇനി എന്തായാലും കേസ് അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ടാവും. ഇവരെന്തോ പൈസ തിരിച്ചു കൊടുക്കാമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് 8 ലക്ഷം രൂപ തരാമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറെ ഇതാക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഇത് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് ശരിയാവില്ല. ഇതിൽ ഞാൻ എൻ്റെ ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ഓക്കെ, സോ എന്തോ 69 ലക്ഷം രൂപ അടിച്ചു മാറ്റിയിട്ട് ഒരു ഉളുപ്പില്ലാതെ മീഡിയയ്ക്ക് വന്നിട്ട് അവരെന്നെ കംപ്ലൈൻറ്റ് കൊടുത്തണു. ഒരു ഉളുപ്പില്ലാതെ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട്. സോ മേ ബി നമുക്ക് അറിയാൻ പറ്റില്ല അതിൽ ആരെ ഭാഗത്താ ശരിയാതെ ആരെ ഭാഗത്താ തെറ്റെന്നുള്ളത്. സോ മേ ബി എനിക്ക് തോന്നുന്നു ഇതിൽ കൃഷ്ണകുമാരൻ ടീംസിൻ്റെ ഭാഗത്താണ് ശരിയെന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ കുറേ വീഡിയോസ് നമ്മൾ കണ്ടു, കുറേ ബൈറ്റുകൾ കണ്ടു. സോ അതൊക്കെ നമുക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് നമുക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്ത്. അപ്പോൾ ഓക്കെ, അടുത്ത റിയാക്ഷനായിട്ട് നമ്മൾ വേഗം വരും. ഓക്കെ, അപ്പോൾ ബൈ.